ഒരു ഒറ്റ ഇന്ത്യൻ രൂപ കൊടുത്താൽ 14,006 റിയാലാണ്. 1 കിലോ അരിക്ക് 500 രൂപ കൊടുക്കണം. 1 കപ്പ് ചായ കിട്ടാൻ 82 രൂപയാകും. മരുന്നിനും അവശ്യ വസ്തുക്കൾക്കും ക്ഷാമമാണ്. വിലക്കയറ്റമാണെങ്കിൽ 42%-ത്തിലധികമായി. പറഞ്ഞു വരുന്നത് ഇറാനിലെ കാര്യമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ 10%, പ്രകൃതിവാതക ശേഖരത്തിന്റെ 15%വുമുള്ള എനർജി സൂപ്പർ പവർ എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ രീതിയിൽ തകരുന്നത് എന്നിടത്താണ് പ്രതിസന്ധി എത്രത്തോളം ഭീകരമാണെന്ന് നാം തിരിച്ചറിയുന്നത്. യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും ശക്തമാകുന്നതിനിടെ 1 കോടി റിയാലിന്റെ ബാങ്ക് നോട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ഇറാൻ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള നോട്ടാണിത്. ഔദ്യോഗിക കറൻസിയായ ഇറാൻ റിയാൽ കനത്ത തകർച്ച നേരിടുന്നതിനിടെയാണ് പുതിയ നീക്കം. മുഖവില ഉയർന്നതാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ മൂല്യം വെറും $7 മാത്രമാണ്, അതായത് 650 ഇന്ത്യൻ രൂപ മാത്രം. കുതിച്ചുയരുന്ന പണപ്പെരുപ്പം, ദുർബലമാകുന്ന റിയാലിന്റെ മൂല്യം, അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സംഘർഷം തുടങ്ങിയ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം എന്നിവയാൽ ഇറാനിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. വിലക്കയറ്റം രൂക്ഷമായതോടെ ദൈനംദിന ഇടപാടുകൾക്ക് കൂടുതൽ കറൻസികൾ ആവശ്യമായി വന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ അധികൃതർ പുറത്തിറക്കുകയാണ്. നിലവിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നിവയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതോടെ നിരവധി ഇറാനികൾ കറൻസിക്കായി പണം കൈവശം വയ്ക്കുന്ന പ്രവണത കൂടി. ഇത് ATM-ലും ബാങ്കിലും നീണ്ട ക്യൂവിലേക്ക് നയിച്ചു. ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതിയിൽ ഉപരോധങ്ങൾ കാരണം വലിയ കുറവുണ്ടായി. ഇത് വിദേശ നാണ്യശേഖരത്തെ തകർത്തു. രാജ്യത്തെ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നതും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിയാത്തതും റിയാലിന്റെ മൂല്യം തകരാൻ കാരണമായി. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഇറാനിലെ പണപ്പെരുപ്പം 42%-ത്തിന് മുകളിലാണ്. സാമ്പത്തിക വളർച്ചയില്ലാതെ സർക്കാർ അമിതമായി പണം അച്ചടിക്കുന്നതും ഇതിനൊപ്പം തന്നെ അവശ്യ വസ്തുക്കളുടെ വിലയും കുത്തനെ ഉയരുകയാണ്. ഗോതമ്പ് പൊടി, പഞ്ചസാര, പച്ചക്കറികൾ, പാചക എണ്ണ തുടങ്ങി ഒന്നും സാധാരണക്കാരന് അടുക്കാൻ സാധിക്കാത്ത വിലയിലാണുള്ളത്. ഇറാനിൽ മരുന്നുക്ഷാമം അതീവ ഗുരുതരമായി തുടരുകയാണ്. മരുന്ന് വില കുത്തനെ ഉയർന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മരുന്ന് വിലയിൽ 70 മുതൽ 110% വരെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാരസെറ്റാമോളിന്റെ അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ അടുത്തിടെ 26% വർധനവുണ്ടായത്. ഇറാനിലെ വിപണിയിൽ 10 ഗുളികകൾ അടങ്ങിയ ഒരു സ്ട്രിപ്പിന് ഏകദേശം 40 മുതൽ 60 ഇന്ത്യൻ രൂപ വരെ നൽകേണ്ടി വരും. ഇന്ത്യയിൽ ഒരു ഗുളികയ്ക്ക് വെറും 2 രൂപയാണെന്ന് ഓർക്കണം. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ ജനസംഖ്യയുടെ 50% പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 16% പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു. 8 ലക്ഷത്തോളം കുട്ടികൾ പ്രോട്ടീൻ കുറവിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇറാനിലെ 11% കുട്ടികൾ ഭാരക്കുറവുള്ളവരാണെന്നും 5% പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നെന്നും യൂണിസെഫിന്റെ കണക്കുകളുണ്ട്. 1979 മുൻപ് ഇറാൻ അതിവേഗം വികസിച്ചിരുന്നു. പരമ്പരാഗതമായി കാർഷിക മേഖല ശക്തമായിരുന്ന ഈ രാജ്യം 1970-കളിലോടെ വ്യവസായവൽക്കരണത്തിനും ആധുനികവൽക്കരണത്തിനും വിധേയമായി. വിപ്ലവത്തിന് തൊട്ടു മുൻപുള്ള മൂലധന ഒഴുക്ക് 1980-ൽ $30 മുതൽ $40 ബില്യൺ എത്തിയതോടെ 1978 ആയപ്പോഴേക്കും വേഗത കുറഞ്ഞു. ഇസ്ലാമിക ഭരണകൂടം വന്നതോടെ 1979-ൽ ദേശസാൽക്കരണവും ഇറാൻ ഇറാഖ് യുദ്ധവും ഒക്കെ രാജ്യത്തെ പിറകോട്ടടിച്ചു. ഇന്ന് ഇറാനിൽ ബിസിനസ് തുടങ്ങുന്നതിനും വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനും കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഇതുതന്നെയാണ് ആ രാജ്യത്തെ പിന്നോട്ടടിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണമായി വിദഗ്ധർ പറയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന യുദ്ധങ്ങളും പ്രോക്സി സംഘടനകൾക്കുള്ള ഫണ്ടിങ്ങുമാണ് ഇറാന്റെ ഖജനാവ് ചോർത്തുന്ന പ്രധാന കാര്യങ്ങൾ. ചെലവ് ഏകദേശം $500 ബില്യൺ ആയിരുന്നു അന്ന് യുദ്ധം. 1988-ൽ യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇറാൻ ഒന്ന് പച്ചപിടിച്ചു. സൈനിക ചെലവും രാജ്യത്ത് ഭീമമായി. 2021-ൽ തന്നെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവിടുന്ന 14ാമത്തെ രാജ്യമായി ഇറാൻ മാറി. അതിനേക്കാൾ വലിയ ചെലവാണ് ഈ പ്രോക്സികളെ തീറ്റിപ്പോറ്റുക. ഹിസ്ബുള്ളയും ഹൂത്തികളും ഹവാസിനും ഒക്കെ ഫണ്ട് പോകുന്നത് ഇറാനിൽ നിന്നാണ്. അതുപോലെ തന്നെ വിമതരെ അടിച്ചമർത്താനും ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നവരെ തുരത്താനും വേണ്ടി ശതകോടികൾ ചെലവാകുന്നുണ്ട്. അതുപോലെ തന്നെ ആണവ പദ്ധതികളുണ്ട്. ഇതിനും കോടികളാണ് ഇറാൻ ചെലവിടുന്നത്. സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോഴും ഇസ്ലാമിക ഭരണകൂടത്തിന് പ്രധാനം ആറ്റം ബോംബ് ഉണ്ടാക്കുക എന്നതാണ്. അമേരിക്കയുടെ ഉപരോധം മറ്റൊരു വശത്തുണ്ട്. ട്രംപ് ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതും ഇറാന് വലിയ തിരിച്ചടിയായി. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ ഉപരോധ പ്രചരണങ്ങൾ ട്രംപ് അഴിച്ചുവിടുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ വർഷം 12 ദിന യുദ്ധമുണ്ടായത്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. എന്തായാലും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം വരുത്തിവെച്ച വിനകൾക്ക് അത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കൂടി വന്നതിന് ശേഷം ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ്. ഇറാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ മക്കളൊക്കെ വിദേശത്ത് സുഖലോലുപരായി ലക്ഷറി ലൈഫിൽ കഴിയുന്ന സമയത്ത് സാധാരണക്കാരായ ഇറാനികൾ പട്ടിണിയിലാണ്. ജീവിതം എന്താകുമെന്നറിയാതെ കടുത്ത ആശങ്കയിലുമാണ്.